ജയിൽ വകുപ്പ് മേധാവി ADGP എസ് ശ്രീജിത്ത് DGP റാങ്കിലേക്ക്. സർക്കാർ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. യോഗേഷ് ഗുപ്ത ബവ്കോ MD-യുമാകും. ബൽറാം കുമാർ ഉപാധ്യായ ഫയർഫോഴ്സ് മേധാവിയാകും. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രശാന്ത്, ഇപ്പോൾ ADGP എസ് ശ്രീജിത്ത് DGP റാങ്കിലേക്ക് വരുന്നു. ഒപ്പം തന്നെ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങുമെന്നുള്ള സൂചനകൾ പറയൂരങ്ങ്. രാത്രി അല്പസമയത്തിനുള്ളിലാണ് ഈ ഉത്തരവ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ADGP ജയിൽ മേധാവി കൂടിയായിട്ടുള്ള ADGP എസ് ശ്രീജിത്ത് DGP ആകുന്നു എന്നതാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ മറ്റു ചില IAS തലപ്പത്ത് മറ്റു ചില അഴിച്ചുപണികളുമുണ്ട്. നിലവിലെ വെബ്കോ മാനേജിംഗ് ഡയറക്ടറായി യോഗേഷ് ഗുപ്തയെ വീണ്ടും ചുമതലയേൽക്കും എന്ന അടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബൽറാം കുമാർ ഉപാധ്യായ അഗ്നിശമന സേന മേധാവിയായിട്ടും ചുമതലയേൽക്കും എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. IAS തലപ്പത്ത് ഒരു അഴിച്ചുപണിയാണ്. നേരത്തെ തന്നെ ADGP എസ് ശ്രീജിത്ത് DGP ആകും എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ചില വിദേശ യാത്രകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കൂടി നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ചില സാങ്കേതികമായ ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന അദ്ദേഹത്തെ DGP സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു. അല്പസമയത്തിനുള്ള അതിന്റെ ഉത്തരവുണ്ടാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എസ് ശ്രീജിത്ത് ADGP ജയിൽ ചുമതലയുള്ള ADGP എസ് ശ്രീജിത്ത് DGP സ്ഥാനത്തേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ശരി പ്രശാന്ത്, IAS തലപ്പത്ത് അഴിച്ചുപണിയ ശ്രീജിത്ത് DGP റാങ്കിലേക്ക് ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.